അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഡൽഹി ബാബർ റോഡിന്റെ പേര് മാറ്റി ഹിന്ദു സേന. സൈൻ ബോർഡിൽ അയോധ്യ മാർഗ് എന്ന സ്റ്റിക്കർ പതിച്ചു. പോലീസ് എത്തി സ്റ്റിക്കർ നീക്കി. ഹിന്ദു സേനയുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് റോഡിന്റെ പേരുമാറ്റം. ഇക്കാര്യം ആവശ്യപ്പെട്ട് നിരവധി തവണ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് കത്ത് നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് ഈ ഹിന്ദു സേനയുടെ നീക്കത്തിന് പിന്നിൽ? പോലീസ് നടപടിയോടെ ഈ വിവാദ നീക്കം ഈ ഘട്ടത്തിൽ അവസാനിച്ചു എന്ന് മാത്രമാണോ കരുതേണ്ടത്? വേണു, ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ നീക്കം അല്ലെങ്കിൽ ഇന്ന് സ്റ്റിക്കർ ഒട്ടിച്ച നടപടി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് പ്രതിഷേധങ്ങളിലേക്കോ മറ്റോ ഹിന്ദുസേന കടന്നിട്ടില്ല. എന്നാൽ വേണു സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹിന്ദുസേനയുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ് ഡൽഹിയിലെ ഈ മുഗൾ ഭരണാധികാരികളുടെ പേര് ഉള്ള റോഡുകളുടെ പേര് മാറ്റണമെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് ആ റോഡുകൾക്ക് നൽകണം എന്നുള്ള ഒരു ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ റോഡ്, ബാബർ റോഡ്, ഒപ്പം ബാബർ ലൈൻ എന്നീ റോഡുകളുടെ പേരുകൾ മാറ്റണം എന്നാണ് ഹിന്ദുസേന ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നതാകട്ടെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടു മുമ്പായാണ്. ഈ റോഡുകൾക്ക് ഇത്തവണ ഹിന്ദുസേന നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബാബർ റോഡിന് നൽകിയിരിക്കുന്ന പേര് എന്നുള്ളത് അയോധ്യ മാർഗ് എന്നാണ്. അയോധ്യ റോഡ് എന്ന് പുനർനാമകരണം ചെയ്യണം ഈ ബാബർ റോഡിന് എന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടാനുള്ള തീരുമാനത്തിലാണ് ഹിന്ദുസേന ഉള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ ബാബർ റോഡ് എന്ന സൈൻ ബോർഡിന് മുകളിൽ അയോധ്യ മാർഗ് എന്ന സ്റ്റിക്കർ പതിച്ചത്. തുടർന്ന് എന്നാൽ പോലീസ് ഉടൻ തന്നെ എത്തി ആ സ്റ്റിക്കറുകൾ നീക്കം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഔദ്യോഗികമായി തന്നെ ഇതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കാനുമുള്ള തീരുമാനത്തിലാണ് ഹിന്ദുസേന. വേണു, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.